ഡോക്ടർ മോഹൻ വർഗീസ്, ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിക്കാനുള്ള നീക്കം അവസാന മിനിറ്റിൽ ഉപേക്ഷിച്ചതിനെക്കുറിച്ച് നമ്മൾ രാവിലെ ചർച്ച ചെയ്തു. അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദ ഫലമായാണ് ട്രംപ് ആ ഒരു നീക്കത്തിൽ നിന്ന് പിൻവലിഞ്ഞത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. താങ്കളും അതേക്കുറിച്ച് സൂചിപ്പിച്ചു. പക്ഷേ ഈ നിലപാട് മാറ്റം ട്രംപിൻ്റേതാണ്. ഒരുപാട് തവണ ട്രംപ് തൻ്റെ നിലപാടുകൾ മാറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്നും പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ നിർബന്ധപ്രകാരമാണ്, അല്ലെങ്കിൽ ഇറാൻ്റെ ആവശ്യപ്രകാരമാണ് ഇസ്രായേലുമായി ചേർന്നുള്ള ആക്രമണത്തിൽ നിന്ന് തങ്ങൾ മാറേണ്ടി വന്നത് എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ട്രംപായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട് എപ്പോൾ മാറ്റുമെന്ന് നമുക്ക് പറയാനാവില്ല. പക്ഷേ ഇനി ഇസ്രായേലും അമേരിക്കയും ചേർന്ന് അടിച്ചു കഴിഞ്ഞാൽ മാരകമായി തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു കാര്യമുള്ളത്, ഇതുവരെ കണ്ട ഒരു ഇറാനല്ല ഇപ്പോൾ. തിരിച്ചടി എന്ന തലത്തിൽ നിന്ന് ആക്രമണം എന്ന തലത്തിലേക്ക് ഇറാൻ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ആ കാഴ്ച കാണുന്നുമുണ്ട്. ഇറാൻ്റെ ഈ ഒരു നിലപാട് മാറ്റത്തിന് പിന്നിൽ എന്താണ്? ഒപ്പം ഇറാനിൽ അമേരിക്ക നടത്തുന്ന ഈ യുദ്ധം ദീർഘകാലത്തേക്ക് നിലനിൽക്കുകയൊന്നുമില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ ഇടവിട്ട് നിർത്തിയും പിന്നെയും തുടങ്ങിയും നീറിപ്പുകഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അതൊരു ലോകമഹായുദ്ധത്തിൻ്റെ ഒരു പ്രതീതി ഉണ്ടാക്കില്ലേ? കാരണം യുദ്ധത്തിൻ്റെ പ്രഭാവം ലോകത്തെ ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളെയും ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണല്ലോ. യുദ്ധം കൊണ്ട് മാത്രം പരിഹാരമുണ്ടാകില്ല എന്ന അവസ്ഥയിൽ കൂടുതൽ ഗൾഫ് രാജ്യങ്ങൾ ഇറാനുമായി സഹകരിക്കാൻ സാധ്യതയില്ലേ? അമേരിക്ക ഒഴിവാക്കി ഗൾഫ് രാജ്യങ്ങൾ ഒരു ഫോർമുല രൂപപ്പെടുത്താനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ടോ? ഇറാൻ്റെ തിരിച്ചടിയുടെ രൂപം മാറുന്നുവോ? ഒരു കൺസേൺ, ഒരു ചിന്ത. രണ്ട്, ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നു എന്നതിനുപരിയായി ഏകപക്ഷീയമായി അങ്ങോട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ട് രീതികൾ മാറ്റിപ്പിടിക്കുന്നുവോ? അത് മറ്റൊരു സംശയം. എന്നെങ്കിലും ഈ യുദ്ധം അവസാനിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതോ ലോകാവസാനം വരെ, ചരിത്രമുള്ളിടത്തോളം കാലം ഈ യുദ്ധം ഇങ്ങനെ പോകാനാവുമോ? മറ്റൊരു ചോദ്യം, ഇത് ലോകമഹായുദ്ധത്തിൽ എത്തി നിൽക്കില്ലേ? ഇപ്പോൾ തന്നെ മൾട്ടിപ്പിൾ ഫ്രണ്ടിൽ യുദ്ധം നടക്കുകയാണ്, അല്ലെങ്കിൽ കലുഷിതമായിരിക്കുകയാണ്. നോക്കൂ, ഈജിപ്തിൻ്റെ തുറമുഖങ്ങൾ ആക്രമിക്കപ്പെട്ടു. അത് പുതിയ സംഭവവികാസമാണ്. ഇറാൻ തന്നെയാണ് അതിൻ്റെ പിന്നിൽ. ഈജിപ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഭൂഖണ്ഡത്തിൽ കിടക്കുന്ന രാജ്യമാണ്. ഈജിപ്തിൻ്റെ വടക്കൻ ഭാഗത്ത്, അലക്സാണ്ട്രിയൊക്കെ ഉൾപ്പെടുന്ന ഈജിപ്തിൻ്റെ വടക്കൻ ഭാഗം മെഡിറ്ററേനിയൻ തീരമാണ്. മെഡിറ്ററേനിയനിലേക്ക് ആക്രമണം ഉണ്ടായി. ചെങ്കടലിൽ ഹൂതികൾ ഇറാനു വേണ്ടി സൗദിക്കെതിരെ ആക്രമണം നടക്കുന്നു. സൗദി തുറമുഖങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. ഹോർമൂസ് സ്ട്രെയ്റ്റ് അടഞ്ഞു കിടക്കുന്നു. ബാബൽ മന്ദേബ് സൗദി കപ്പലുകൾക്ക് നേരെ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു ഹൂതികളാൽ. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ എല്ലാ അറബ് രാജ്യങ്ങൾക്കും GCC രാജ്യങ്ങൾക്കും നേരെ ഇറാൻ്റെ മിസൈൽ ആക്രമണം തുടരുന്നു. അത് മാറി മറിഞ്ഞും തുടരുന്നു. എന്തിന്? കാസ്പിയൻ കടലിൽ പോലും ആക്രമണം സംഭവിച്ചിരിക്കുന്നു. ഉക്രൈൻ രംഗത്ത് വന്നിരിക്കുന്നു. ഒരു യൂറോപ്യൻ രാജ്യം രംഗത്ത് വന്നിരിക്കുന്നു. അപ്പം ഏഷ്യയിലും യൂറോപ്പിലും ആഫ്രിക്കയിലുമുള്ള രാജ്യങ്ങൾ നേരിട്ടോ അല്ലാതെയോ യുദ്ധത്തിൽ പങ്കാളികളാകുന്ന അന്തരീക്ഷത്തിൽ ആത്യന്തികമായി ഇൻ ഇഫക്റ്റ് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു ആദ്യഘട്ടങ്ങളിലൂടെയാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എംബ്രിയോ ആണോ വിരിഞ്ഞു വരുന്നത്? ഇവിടെ ഇതെല്ലാം തന്നെ പെർട്ടിനൻ്റ് ചോദ്യങ്ങളാണ്. അപ്പം ഇവിടെയാണ് ഇറാൻ തന്ത്രങ്ങൾ മാറ്റിപ്പിടിക്കുന്നു എന്നത് കൂടുതൽ ആഴത്തിൽ നോക്കുന്നു. ഇവിടെ നോക്കൂ, ഇറാൻ ഇപ്പോൾ എപ്പോഴും അമേരിക്കൻ ആക്രമണത്തിനുള്ള, ഇസ്രയേലി ആക്രമണത്തിനുള്ള മറുപടി എന്ന നിലയിലാണ് ഇറാൻ ആക്രമിച്ചത്. പക്ഷേ ഈജിപ്റ്റ് നേരെ ഇറാൻ നടത്തിയ ആക്രമണം ഒന്നിൻ്റെ മറുപടിയല്ല. ഈജിപ്റ്റുമായി നേരിട്ട് ശത്രുതയൊന്നുമില്ല, എത്രയോ അകലെ കിടക്കുന്ന രാജ്യമാണ്. അപ്പോൾ അവിടെ അമേരിക്കൻ താവളങ്ങളെ തന്നെയാണ് ആക്രമിച്ചത്. ഇപ്പോഴും ഇറാൻ്റെ ഫോക്കസ് ഈസ് ഓൺ അറ്റാക്കിംഗ് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്. ഇനിയാണ് മാറ്റം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത്, കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നു വരുന്ന ആക്രമണങ്ങളുടെ, ഇറാനിയൻ ഒഫൻസീവ്സിൻ്റെ ഒരു രീതിശാസ്ത്രം പ്രത്യേകിച്ച് പക്ഷപാതമില്ലാതെ പരിഗണിച്ചാൽ മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അമേരിക്ക കൂടുതൽ ഇറാന് നേരെ കടുപ്പിക്കുമ്പോൾ ഇറാനെ മുന്നോട്ട് പോകണം എങ്കിൽ, കാരണം ഒരുപാട് റെസിലിയൻസ് ഉണ്ട് ഇറാന്, എത്ര കാലം വേണമെങ്കിലും ഈ ആക്രമണം സഹിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും. പക്ഷെ മുന്നോട്ട് പോകണമെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇറാൻ മീനിങ് ഫുള്ളായി നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാകണമെങ്കിൽ മറുപക്ഷത്ത് അൺആക്സെപ്റ്റബിൾ ഡാമേജസ് ഉണ്ടാവണം. ഇതുവരെ ഉണ്ടായിട്ടുള്ളതെല്ലാം
ആക്സെപ്റ്റബിൾ ഡാമേജസ് ആണ് ഗൾഫ് രാജ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കനത്ത ആൾനാശം ഉണ്ടായിട്ടില്ല. ഏതാനും പേർ മരണപ്പെട്ടിട്ടുണ്ട്. മിക്കതും ഡെബ്രി വീണതിന് ശേഷമാണ്. മിസൈലുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും അവശിഷ്ടം പതിച്ചാണ് കൂടുതൽ നാശനഷ്ടം. പക്ഷേ ജോർദാനിൽ അമേരിക്കൻ താവളങ്ങളിൽ ഹാങ്ങറുകൾ കിടന്ന വിമാനങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ ഭടന്മാർ അവിടെ മരിച്ചു. അത് കൺഫേംഡ് റിപ്പോർട്ടുകളാണ്. അപ്പോൾ അത് ആൾനാശം തീരെ കുറവാണ് എങ്കിൽ പോലും ആൾനാശമുണ്ട്, വസ്തുവകൾക്ക് കാര്യമായ നാശനഷ്ടമുണ്ട്. പലതും വളരെ വിദഗ്ധമായി മറച്ചു വെക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു വൻകിട ഓയിൽ റിഫൈനറി പൂർണ്ണമായി കത്തിനശിച്ചിട്ടില്ല. ഇപ്പം അറാംകോ ഉൾപ്പെടെയുള്ള ഓയിൽ ഇൻസ്റ്റലേഷൻസിൽ സൗദി അറേബ്യയിൽ ഹൂതികളുടെ ആക്രമണം നടന്നിട്ടുണ്ട്. വടക്ക് നിന്ന് അറാംകോയുടെ ഇൻസ്റ്റലേഷൻസിൽ ഇറാൻ അനുകൂല മിലിഷ്യകളുടെ ആക്രമണം ഇറാഖിൽ നിന്നും നടന്നിട്ടുണ്ട്. പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ്. അപ്പോൾ ഇറാൻ ഇത്ര കാലം കഠിന പ്രയത്നത്തിലൂടെ വളർത്തിയെടുത്ത ആംസ്, എക്സ്റ്റെൻഡഡ് ആംസ് അഥവാ പ്രോക്സീസ് ഇപ്പോൾ ഇറാന് വേണ്ടി കുറേയൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് വലിയ ശക്തിയൊന്നുമില്ല. പക്ഷേ ഇറാൻ മൾട്ടിപ്പിൾ ഫ്രണ്ടിൽ ഇറാന് ആക്രമിക്കണമെങ്കിൽ ഇറാനിൽ നിന്ന് മാത്രമല്ല മിസൈലുകൾ പായുന്നത്. ലെബനനിൽ നിന്നും ഹിസ്ബുള്ളയുടെ മിസൈലുകൾ ഇസ്രയേലിന് നേരെ പായുന്നു. അത് ഇറാൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രമേ അവർ മുന്നോട്ട് പോകൂ. അല്ലാതെ സ്വതന്ത്രമായ ഒരു ഫൈറ്റിംഗ് ഫോഴ്സാണ് ഹിസ്ബുള്ള എന്ന് പറഞ്ഞാൽ അത് കണ്ണടച്ചിരുട്ടാക്കുന്നതിന് തുല്യമായിരിക്കും. ഇറാൻ പറഞ്ഞാൽ ഹിസ്ബുള്ള അനങ്ങില്ല പിന്നീട്. പക്ഷേ ഇപ്പോഴും ഇറാൻ ആത്യന്തികമായി യുദ്ധത്തിൽ വിജയിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ഹിസ്ബുള്ളയ്ക്ക് ഉള്ളതുപോലെ തോന്നുന്നു. ഹമാസ് നിരായുധീകരിക്കാൻ തയ്യാറാണ്. അതൊരു സ്ട്രാറ്റജിക് വിഡ്രോയലാണോ അതോ ജെനുവിൻ ഒരു മാറിപ്പോക്കാണോ എന്നതിനെക്കുറിച്ച് വലിയ നിശ്ചയമില്ല. പക്ഷേ അവിടെ സമാധാനം വരുന്നു. അപ്പോൾ ഹമാസിൻ്റെ കേപ്പബിലിറ്റി പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഹമാസ് ഇപ്പോൾ ഒരു ഫൈറ്റിംഗ് മോഡിലല്ല. തീർച്ചയായും നിരായുധീകരണം അവിടെ സംഭവിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് മാറ്റുന്നു. ഗാസയുടെ വിഷയം. എന്നാൽ ഹൂതികൾ അങ്ങനെയല്ല. ഹൂതികളെ നിരായുധീകരിക്കാൻ ഒരു ശ്രമവും ഇതുവരെ നടന്നിട്ടില്ല. ഹൂതി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്, അമേരിക്ക ആക്രമണം നടത്തിയിട്ടുണ്ട്. ഭാഗികമാണത്. അതുകൊണ്ട് ഹൂതികളെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ ഹമാസ് നിയന്ത്രിക്കുന്നത് ചെറിയൊരു ഭാഗം മാത്രമായിരുന്നു. 368 ചതുരശ്ര കിലോമീറ്റർ ഗാസ മണ്ണ് മാത്രമാണ് നിയന്ത്രിച്ചിരുന്നത്. അതല്ല യമൻ്റെ സ്ഥിതി. സാമാന്യം വലിയൊരു ഭൂപ്രദേശം, തന്ത്രപ്രധാനമായ ഭൂപ്രദേശം, ബാബൽ മന്ദേബ് ഉൾപ്പെടെ ഉള്ള ഒരു ഭൂപ്രദേശം നിയന്ത്രിക്കാൻ ഹൂതികൾക്ക് കഴിയുന്നു. കടലിടുക്ക് നിയന്ത്രിക്കാൻ ഹൂതികൾക്ക് ഭാഗികമായെങ്കിലും കഴിയുന്നു. വലിയ സമ്മർദ്ദമാണ് സൗദിക്കെതിരെ ഹൂതികൾ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഹൂതികളിൽ അവർ കാലാകാലങ്ങളിൽ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇപ്പോൾ ഫലം ചെയ്തു. ഇറാന് വേണ്ടി അവർ പണി ചെയ്യുന്നു, ജോലി ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ കാണാം. അതുപോലെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് ആരും അധികം കേട്ടിട്ടുള്ളൊരു സംഘടനയല്ല. പക്ഷേ ഇപ്പോൾ അവർ ആക്റ്റീവായി രംഗത്ത് വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? പേർഷ്യൻ ഗൾഫിന് കുറുകെ സൗദിയിലേക്ക് നിരന്തരം ആക്രമണം നടത്തി. ഏതാണ്ട് 72 മണിക്കൂറുകൾ നീളുന്ന വിവിധ കേന്ദ്രങ്ങൾ, റിയാദിലേക്ക് ആക്രമണം നടത്തി, ഓയിൽ ഇൻസ്റ്റലേഷൻസിലേക്ക് ആക്രമണം നടത്തി. ഇതൊക്കെ വളരെ വലിയ സങ്കീർണമായ സാഹചര്യമാണ് സൃഷ്ടിച്ചത്. പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഷിയ ഗ്രൂപ്പുകളുടെ ഒരു കൺസോർഷ്യം ആണെന്ന് വേണമെങ്കിൽ പറയാം. വിവിധങ്ങളായ ഷിയ ഗ്രൂപ്പുകൾ. ഇവരെല്ലാം തന്നെ IRGCയോട് കൂറ് പുലർത്തുന്ന ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് കോപ്സ്, റിപ്പബ്ലിക്കൻ ആ ഒരു റെവല്യൂഷണറി ഗാർഡ് കോപ്സിൽ നിന്നും കമാൻഡ് സ്വീകരിക്കുന്ന ഗ്രൂപ്പുകളാണ്. അത് വലിയൊരു സുരക്ഷാ ഭീഷണിയാണ്. ഇറാഖിനുള്ളിലെ അമേരിക്കൻ ഇൻസ്റ്റലേഷൻസിനെ ഇവർ വിചാരിച്ചാൽ ആക്രമിക്കാൻ കഴിയും. അവർ ആ രാജ്യത്തിനുള്ളിൽ തന്നെയാണ്, ഇറാനുള്ളിലല്ല, ഇറാഖിനുള്ളിൽ. വലിയ സംഘർഷമാണ്. ജോർദാനിലേക്ക് അവർക്ക് വേണമെങ്കിൽ അറ്റാക്ക്, അമേരിക്കൻ ബേസുകളിലേക്ക് അവർക്ക് അറ്റാക്ക് ക്രമീകരിക്കാൻ കഴിയും. ചെറുകിട റോക്കറ്റുകളും എല്ലാം ഉണ്ട് അവർക്ക്. സൗദി അറേബ്യക്ക് പ്രശ്നമാണ്. കുവൈറ്റിന് വിഷയം തന്നെയാണ്. പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സസ്. ഇത് ഒരിക്കൽ പോലും സൗദിയോ അമേരിക്കയോ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമല്ല. അതുമാത്രമല്ല ഷിയ അനുകൂല ഗ്രൂപ്പുകളുണ്ട്. അപ്പം നോക്കൂ, ഇറാഖ് ഷിയ ഭൂരിപക്ഷ രാജ്യമാണ്. 60% ജനങ്ങളും ഷിയാക്കളാണ്. അവരുടെ റെസിസ്റ്റൻസ് ഫോമാറ്റുണ്ട്. അപ്പം എങ്ങനെയാണ് ഉഗ്രമായ പോരാട്ടത്തിലൂടെ സുന്നി തീവ്രവാദ വിഭാഗമായ ഇസ്ലാമിക് സ്റ്റേറ്റിനെ ഈ ഗ്രൂപ്പുകളുടെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് എന്ന പിൽക്കാലം പേര് വിളിച്ച വിവിധങ്ങളായ ഗ്രൂപ്പുകൾ ഇവരെല്ലാം ചേർന്ന് നിന്നുകൊണ്ടാണ്, അന്ന് ഈ ഫോഴ്സ് വന്നിട്ടില്ല, എല്ലാവരും വെവ്വേറെ ഫൈറ്റ് ചെയ്തു, അവരെല്ലാം ചേർന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിനെ പുറത്താക്കിയല്ലോ.
അബൂബക്കർ അൽ ബഗ്ദാദിയെ പുറത്താക്കി ഇറാഖും സിറിയയും പൂർണ്ണമായി ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ ഈസ് മൂവിങ് ഇൻ എ കാൽക്കുലേറ്റഡ് പ്രിസിഷൻ ഒരു രീതിയിലേക്കും കാൽക്കുലേറ്റഡ് മൂവിലേക്കും നീങ്ങുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയുടെ ത്രെട്ട് എന്താണ്? ഇറാൻ എന്ന്. ഇപ്പം നമ്മൾ ഇറാൻ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇറാൻ അനുകൂലമെന്നോ പിന്നെ അമേരിക്ക അനുകൂലമെന്നോ ഏതെങ്കിലും രാജ്യത്തിന് വിരുദ്ധമെന്നോ ദയവായി പ്രേക്ഷകർ ചിന്തിക്കരുത്. അങ്ങനെയല്ല, അതല്ല പർപ്പസ്. ഈ ഒരു പങ്ക്തിയുടെയൊക്കെ പർപ്പസ് ഏതെങ്കിലും രാജ്യത്തിന് ജയ പാടുകയോ ഏതെങ്കിലും രാജ്യം മോശമാണെന്ന് സ്ഥാപിക്കുകയോ ഏതെങ്കിലും സംസ്കാരം മെച്ചമാണെന്നോ ആരെങ്കിലും മോശമാണെന്നോ സ്ഥാപിക്കുകയോ അല്ല. അമേരിക്കൻ കടന്നുകയറ്റം ആ മധ്യപൗരസ്ത്യ പ്രദേശത്തെ തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പരസ്യമായിട്ട് ഞാൻ പറയുന്നു. അതേസമയം ആക്രമണം ഒന്നിനും പരിഹാരമല്ല എന്നതും അതേപോലെ തന്നെ പറയും. സുഗമമായ കപ്പൽ ഗതാഗതം ഉണ്ടാകണം. ഇതൊക്കെയാണ് നിലപാട്. എന്തെങ്കിലും നിലപാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇറാൻ അനുകൂല നിലപാടല്ല, അമേരിക്കൻ അനുകൂല നിലപാടല്ല, സമാധാന അനുകൂല നിലപാടാണ്. സുഗമമായ ട്രേഡ് നടക്കണം എന്നതൊരു നിലപാടാണ്. അതും നിലപാടാണ്. അല്ലാതെ രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നത് മാത്രമല്ല, നിലപാട് തുറക്കണം. അപ്പം ഇറാൻ്റെ ഓയിൽ ഇൻസ്റ്റലേഷൻസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, കണക്ടിവിറ്റി, മൊബിലിറ്റി ഹബ്സ്, ഇത് ആക്രമിക്കുമെന്നായിരുന്നു അമേരിക്കയുടെ ഭീഷണി. ഇപ്പോൾ അത് അമേരിക്ക സമാധാനം എന്നിപ്പോൾ ലേറ്റസ്റ്റായിട്ട് പറഞ്ഞു. നാളെ ഇത് മാറ്റി പറയും, ഉറപ്പായി മാറ്റി പറയും. ഇത്രയും കാലം മാറ്റി പറഞ്ഞത് 100 വട്ടം മാറ്റി പറഞ്ഞത് 101ാമത് പ്രാവശ്യവും ട്രംപ് മാറ്റി പറയും എന്നതൊക്കെ മുൻകൂട്ടി തന്നെ ഡിഡക്റ്റ് ചെയ്തെടുക്കാം. അവിടെ സൗത്ത് പാസാണ് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതിവാതക സ്രോതസ്. ഇറാൻ എണ്ണ മാത്രമല്ല ഉള്ളത്. ഇറാൻ്റെ ഊർജ്ജ ഉത്പാദനത്തിൻ്റെ 70% ഉപയോഗിക്കുന്നത് പ്രകൃതിവാതകം LNG ഉപയോഗിച്ചാണ്. ഈ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന പവർ ജനറേഷൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് വാതകം, പ്രകൃതിവാതകമാണ്, നാച്ചുറൽ ഗ്യാസാണ്. അവിടെ ഇറാൻ ഒരു വലിയ മേൽക്കൈയുണ്ട്. പക്ഷേ എനർജി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ വൈദ്യുതി ഉത്പാദന നിലയങ്ങൾ, തെർമൽ പവർ പ്ലാന്റ്, അതിനെ ടാർഗറ്റ് ചെയ്യുമെന്നാണ് അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ടെഹ്റാൻ നഗരം പൂർണ്ണമായി ഇരുട്ടിലാവും എന്ന ഒരു ഭീഷണിയും അമേരിക്കയുടെ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഭാഗത്തു നിന്ന് വരുന്നു. അപ്പോൾ ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ പിന്നെ ഇറാന് ഇടം വലം നോക്കണ്ട, തെക്ക് വടക്ക് നോക്കണ്ട. പിന്നീട് സംഭവിക്കുന്നത് UAEയിലെയും സൗദി അറേബ്യയിലെയും ഖത്തറിലെയും കുവൈറ്റിലെയും എണ്ണപ്പാടങ്ങൾക്കും പ്രകൃതിവാതക പാടങ്ങൾക്കും നേരെ ആക്രമണമാണ് എങ്കിൽ എത്ര പേട്രിയോട്ടുകൾ അയച്ച് അതിനെ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും? മിലിറ്ററി ഇൻസ്റ്റലേഷൻസിലേക്കാണ് ആക്രമണമെങ്കിൽ അത് മുൻകൂട്ടി അറിയാം, അത് മിലിറ്ററി ടാർഗറ്റ്സാണ്. പക്ഷേ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കും എനർജി ഇൻഫ്രാസ്ട്രക്ചറിലേക്ക്, അത് ഇറാൻ്റെ എനർജി ഇൻഫ്രാസ്ട്രക്ചർ ടാർഗറ്റ് ചെയ്താൽ ഗൾഫ് രാജ്യങ്ങളുടെ എനർജി ഇൻഫ്രാസ്ട്രക്ചറാണ് തിരിച്ച് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താവും? വലിയ ഭയാശങ്കയിലാണ്. അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ പെട്ടെന്ന് രാജ്യരാമാനം അമേരിക്കയോട് പറയുന്നു, അന്തിമമായി പറഞ്ഞു, ഇപ്പോൾ ചെയ്യരുത്. തിരിച്ച് ആദ്യമായി ഇറാൻ അവിടെ രീതികൾ മാറ്റിപ്പിടിക്കുന്നു എന്ന് തന്നെ ഗൾഫ് രാജ്യങ്ങൾക്കൊരു ഭയമുണ്ട്. അങ്ങനെയെങ്കിൽ അമേരിക്കൻ താൽപ്പര്യ മേഖലകളിലേക്ക് എല്ലാം വ്യാപിക്കും. ഇനി നോക്കൂ, ഈ ഇറാൻ്റെ മിക്ക പ്രദേശങ്ങളിലും പവർ സപ്ലൈ ഫെയിലിയർ എന്നതാണ് അമേരിക്കയുടെ പ്ലാൻ. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രീ എംപ്റ്റീവായി തന്നെ ഇറാൻ ആക്രമിച്ചു കൂടായികയില്ല, ഗൾഫ് രാജ്യങ്ങളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി കൂടായികയില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പവർ പ്ലാന്റ്, ഇപ്പോൾ ഏതാനും പവർ പ്ലാന്റുകൾ ആക്രമിക്കപ്പെട്ടു. കാർഗ് ഐലൻഡിൽ 2 തവണയായി ആക്രമണം നടന്നു. അത് പവർ പ്ലാന്റുകളല്ല, ഓയിൽ എത്തുന്ന സ്ഥലമാണ്, ഓയിലും നാച്ചുറൽ ഗ്യാസും എത്തുന്ന ഇറാൻ്റെ കൺട്രോളിലുള്ള ഒരു ഐലൻഡാണ്. അങ്ങ് ഉള്ളിൽ, പേർഷ്യൻ ഗൾഫിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കാർഗ് ദ്വീപ് ഒരുപക്ഷെ ആക്രമണ വിധേയമാക്കും. ഇപ്പോൾ അമേരിക്കൻ പ്ലാൻ അനുസരിച്ച് കാർഗ് ദ്വീപാണ് ഒരു സ്ട്രാറ്റജിക് പോയിന്റ്. ഇപ്പോൾ തെക്കൻ നഗരങ്ങളെല്ലാം തന്നെ ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള, ഖിഷം ദ്വീപ് ഉൾപ്പെടെയുള്ള തെക്കൻ പ്രദേശങ്ങളും ദ്വീപുകളും എല്ലാം തന്നെ നിരന്തരം ആക്രമിക്കുക എന്ന രീതി മാറി മധ്യ ഇറാനിലേക്കും മറ്റും. അല്ല, ബുഷഹറിലെ ആണവ നിലയത്തിലേക്ക് ആക്രമണം നടത്തിയില്ലേ? അത് ആണവ ആയുധങ്ങളല്ലല്ലോ അവിടെ ഉണ്ടാക്കുന്നത്, ആണവ സമ്പുഷ്ടീകരണമല്ല അവിടെ നടക്കുന്നത്. അവിടെ ആണവ ഊർജ്ജ ഉത്പാദനമാണ് ബുഷഹറിലെ പ്ലാന്റിൽ നടക്കുന്നത്. അത് നിരന്തരം ആക്രമിക്കപ്പെടുകയാണ്. അതുകൊണ്ട് എനർജി ഇൻഫ്രാസ്ട്രക്ചറാണ് അമേരിക്കയുടെ പ്ലാനെങ്കിൽ തിരിച്ച് സംഭവിക്കുന്നത് അതേ എനർജി ഇൻഫ്രാസ്ട്രക്ചറും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമാകാം, ഒരു പക്ഷേ വ്യവസായ കേന്ദ്രങ്ങളാവാം, എണ്ണയുമായി ബന്ധമില്ലാത്ത കേന്ദ്രങ്ങളാകാം. അപ്പം അവിടെ വലിയ കലാമിറ്റീസ് വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ഒരു സ്റ്റെപ്പ് പിന്നോട്ട് പോയി. അതാണ് ഏറ്റവും വൈകി വരുന്ന വാർത്ത. 1 സ്റ്റെപ്പ്, 3-4 സ്റ്റെപ്സ് ഫോർവേഡ്, എഗെയിൻ 1 സ്റ്റെപ്പ് ബാക്ക്വേഡ്.
അപ്പോൾ ഇവിടെ അമേരിക്കയ്ക്ക് പിന്നാക്കം പോകേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ രണ്ടും കൽപ്പിച്ച് മുന്നേറുന്നു എന്നതാണ്. പ്രോക്സികളിലൂടെയും നേരിട്ടും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ വരുന്നു. അതാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ ത്രെട്ട്. അത് മാത്രമല്ല, ഈ ചർച്ചകൾ വലിയ രീതിയിൽ ഡിസ്റ്റോർട്ടഡ് ആവുന്നു. ചർച്ചകൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈജിപ്തും തുർക്കിയും സൗദി അറേബ്യയും തമ്മിൽ നിരന്തരമായ കൂടിയാലോചനകളിലായിരുന്നു. ഇറാനുമായി ആണെന്ന് ഓർക്കണം. നോക്കൂ, ഇറാനുമായി സൗദി, ഈജിപ്റ്റ് ആൻഡ് തുർക്കി വിദേശകാര്യമന്ത്രിമാർ അബ്ബാസ് അരാക്ചിയുമായി, ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുമായി ടെലിഫോണിക് കോൺവെർസേഷനിലായിരുന്നു. കാരണം ഇവരൊക്കെ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ തമ്മിൽ വലിയ മുഖം കറുപ്പിച്ച് നിൽക്കുകയാണ്. അല്ല, പരസ്പരം സംസാരിക്കുന്നു. എൻ്റെ ഒരു ചിന്ത പോകുന്നത് ഇങ്ങനെയാണ്: ഇനിയുള്ള നാളുകളിൽ യുദ്ധം കൊണ്ട് മാത്രം പരിഹാരമുണ്ടാവില്ല എന്നത് ഉറപ്പാകുന്ന സ്ഥിതിക്ക് കൂടുതൽ ഗൾഫ് രാജ്യങ്ങൾ ഇറാനുമായി ഒറ്റയ്ക്കും തറ്റയ്ക്കും ഗ്രൂപ്പായും സഹകരിക്കാൻ സാധ്യതയുണ്ട്. ഹോർമോസ് തുറക്കുന്നതിനെക്കുറിച്ച് അമേരിക്ക ചന്ദ്രഹാസം ഇളക്കുന്നതിന് പകരം ഒരു കൂട്ടം ഗൾഫ് രാജ്യങ്ങൾ, ഒരു കൂട്ടം അറബ് രാജ്യങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഒരു ഫോർമുല ഉണ്ടാക്കുന്നു. ഏതാണ്ട് 13 രാജ്യങ്ങൾ ഒന്നിച്ച് ചേർന്നൊരു ഫോർമുല ഉണ്ടാക്കുന്നു എന്ന രീതിയിലാണ് സൗദിയും കുവൈറ്റും ഒക്കെ സംസാരിക്കുന്നത്. ഉണ്ടാവട്ടെ, ഒരുപക്ഷെ ഇറാൻ സ്വീകാര്യമാവും. ബാഹ്യ ഇടപെടലല്ലോ, അറബി ലോകത്തെ രാജ്യങ്ങളല്ലേ, മുസ്ലിം രാജ്യങ്ങളാണ്. ഇറാന് സ്വീകാര്യമാകുന്ന മാർഗങ്ങൾ കൂടി ആലോചിക്കണം. അല്ലാതെ ബാഹ്യശക്തി, മറ്റൊരു സിവിലൈസേഷണൽ പവർ, അവിടെ എങ്ങും ഒരു കാര്യവുമില്ലാത്ത ബാഹ്യലോകത്തെ, അങ്ങ് അറ്റ്ലാന്റിക്കിനും പടിഞ്ഞാറ് കിടക്കുന്ന അമേരിക്ക മധ്യപൗരസ്ത്യ പ്രദേശത്ത് വന്ന് സമാധാനം സ്ഥാപിക്കാൻ എത്ര കാലം ശ്രമിച്ചാലും ഒരുപക്ഷെ നടക്കില്ല. മേഖലാ പരിഹാരങ്ങളാണ് ആവശ്യം. ഒരിക്കൽ കൂടി ഞാൻ ഊന്നിപ്പറയട്ടെ, പരിഹാരം മേഖലാ ശക്തികൾ ഒന്നിച്ചു നിന്നാൽ, കൈകോർത്താൽ അവർ തമ്മിൽ ചർച്ചകളിലൂടെ പരിഹരിക്കാവുന്ന വിഷയമേ ഉള്ളൂ. ബാഹ്യശക്തികൾ ആര് തന്നെ ആയാലും, അത് ചൈനയും റഷ്യയുമാണെങ്കിൽ പോലും, ബാഹ്യശക്തികൾ, അമേരിക്ക വിടുക, ഏതെങ്കിലും ബാഹ്യശക്തികൾ ഗൾഫ് പ്രദേശം, പേർഷ്യൻ ഗൾഫ് മേഖലയോ അല്ലെങ്കിൽ ചെങ്കടൽ മേഖലയോ കാസ്പിയൻ കടൽ മേഖലയോ മെഡിറ്ററേനിയൻ മേഖലയിലെ പ്രത്യേക ഇടങ്ങളോ, അത് ഈജിപ്ഷ്യൻ കോസ്റ്റ് ഉൾപ്പെടെ സംഘർഷത്തിലാക്കാമെന്നാണെങ്കിൽ ഒരിക്കലും സംഘർഷം അവസാനിക്കില്ല എന്നുകൂടി ഓർക്കുക. അതുകൊണ്ട് ഇറാനിയൻ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ കണ്ട ഒരു എപ്പിസോഡായിരുന്നു ഇത്. ഇറാൻ മാറി ചിന്തിക്കണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ, ഇസ്ലാമിക ലോകം മാറി ചിന്തിക്കേണ്ടി വരും. ഇതൊരു പരസ്പരം ഏകോപനം, പരസ്പര സഹകരണം, ഒരു സിംബയോട്ടിക് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ് അവിടെ ആവശ്യം. തർക്കപരിഹാരം ഒരിക്കലും ബലപ്രയോഗത്തിലൂടെ ആവില്ല, ആവരുത് എന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ.